ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമേതത് ആത്മന്യേവ വശം നയേത്. യതഃ യതഃ നിശ്ചരതി മനഃ ചഞ്ചലം അസ്ഥിരം തതഃ തതഃ നിയമ്യ ഏതത് ആത്മനി ഏവ വശം നയേത്. യതഃ യതഃ നിശ്ചരതി മനഃ ചഞ്ചലം അസ്ഥിരം. മനസ്സ് ചഞ്ചലം അസ്ഥിരം, ഇളകുന്നതും സ്ഥിരമല്ലാത്തതുമായ ഉറച്ചു നിൽക്കാത്തതുമായ മനസ്സ് യതഃ യതഃ ഏതേത് വിഷയത്തിൽ നിശ്ചരതി സഞ്ചരിക്കുന്നുവോ തതഃ തതഃ അതാതിൽ നിന്ന് ഏതത് നിയമ്യ ഈ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ആത്മനി ഏവ വശം നയേത് ഇതിനെ തൻ്റെ ആത്മസ്വരൂപത്തിലേക്ക് തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മനസ്സിനെ അടക്കി നിർത്തണം. യോഗമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ മനോനിയന്ത്രണം സാധിച്ച ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിലും ചിലപ്പോഴൊക്കെ മനസ്സ് കൈവിട്ടു പോകും. അപ്പോൾ ഏതേത് വിഷയങ്ങളിലേക്കാണോ മനസ്സ് സഞ്ചരിക്കുന്നത് അതിൽ നിന്നെല്ലാം അതിനെ പിൻവലിച്ചിട്ട് ആത്മസ്വരൂപത്തിലേക്ക് ഈ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. യോഗമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യോഗിക്ക് ബാഹ്യ വിഷയങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും വിമുക്തമായി ഇരുന്നെങ്കിൽ മാത്രമേ ആത്മസ്വരൂപത്തെ ധ്യാനിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന് പറയുന്ന ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളാകുന്ന അല്ലെങ്കിൽ തന്മാത്രകൾ എന്നറിയപ്പെടുന്ന ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധങ്ങളിൽ നിന്ന് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും പൂർണ്ണമായും പിൻവലിച്ചതിന് ശേഷം ആത്മസ്വരൂപത്തിലേക്ക് മനസ്സിനെ തിരിക്കുമ്പോൾ മാത്രമാണ് യോഗമാർഗത്തിലൂടെ മുന്നേറാനായിട്ട് സാധിക്കുക. എങ്കിലും നമ്മളെല്ലാം മനുഷ്യരാണ്, ലൗകികന്മാരാണ് എന്ന ഒരു കാരണത്താൽ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെല്ലാം സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഇന്ദ്രിയങ്ങളെല്ലാം ബാഹ്യമായ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനസ്സ് അതിന് പിന്നാലെ പാഞ്ഞുപോയി എന്നിരിക്കാം. അങ്ങനെ കൈവിട്ടു പോകുന്ന മനസ്സിനെ ഏതേത് വിഷയത്തിലേക്കാണോ മനസ്സ് സഞ്ചരിച്ചു പോകുന്നത് അതിനെ ആ വിഷയത്തിൽ നിന്നും കഴിയുന്നതും വേഗം പിൻവലിച്ച് വീണ്ടും മനസ്സിനെ ആത്മസ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ ധ്യാനാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. സദാസമയവും മനസ്സിൻ്റെ ഏകാഗ്രതയെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഉപദേശത്തിൻ്റെ സാരം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറയും, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലുമഹോ ചുഴന്നിടുന്നു, വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ അകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്നാണ്. അതായത് എത്രമാത്രം മനോനിയന്ത്രണം പ്രാപിച്ച ഒരു വ്യക്തിയാണ് എന്നിരിക്കലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ മനസ്സിനെ വഴിതെറ്റി പോകാനായിട്ടുള്ള സാധ്യതകൾ
കൂടുതലാണ് എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് അഥവാ അങ്ങനെ മനസ്സ് കൈവിട്ട് പോയാൽ തന്നെയും അതിനെ വളരെ വേഗം തന്നെ, ഒട്ടും കാലതാമസമില്ലാതെ തന്നെ മനസ്സിനെ ആ ഇന്ദ്രിയത്തിൽ നിന്ന് തിരിച്ചു പിടിക്കുക. എന്നിട്ട് വീണ്ടും തൻ്റെ ധ്യാനത്തിലേക്ക് അല്ലെങ്കിൽ ആ ആത്മസ്വരൂപത്തെ സങ്കല്പിച്ചുകൊണ്ട് ധ്യാനം മുന്നോട്ട് കൊണ്ടുപോവുക. ആ ഒരു ഉപദേശമാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. യഥോ യഥോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമേതത് ആത്മന്യേവ വശം നയേത്. പ്രശാന്തമനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്തമനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതം അകൽമഷം. പ്രശാന്തമനസം, പ്രകർഷേണ ശാന്തിയെ പ്രാപിച്ച മനസ്സോട് കൂടിയവനായ ഹി ഏനം, ഇയാളെ, ഈ യോഗിയെ, ഏനം യോഗിനം, ഈ യോഗിയെ ഉത്തമം സുഖം, ഉത്തമമായ സുഖം ഉപൈതി പ്രാപിക്കുന്നു. ശാന്തരജസം, രജോ ഗുണങ്ങളെല്ലാം പൂർണ്ണമായും ശമിച്ചവനായ ഈ യോഗി ഉത്തമമായ ശാന്തിയെ പ്രാപിക്കും. എന്നിട്ട് ബ്രഹ്മഭൂതം അകൽമഷം, അകൽമഷം, കൽമഷങ്ങൾ അല്ലെങ്കിൽ പാപങ്ങൾ ഒന്നും ഇല്ലാത്തവനായ ബ്രഹ്മം തന്നെയായി തീരുന്നു. അതായത് രജോ ഗുണം പൂർണ്ണമായും നീങ്ങി ശാന്തമായ മനസ്സോടു കൂടിയവനും പാപരഹിതനും ബ്രഹ്മം തന്നെയായി തീർന്നിരിക്കുന്നവനുമായ ഈ യോഗിയെ ഉത്തമമായ സുഖം പ്രാപിക്കുന്നു. ഇവിടെ ആ ബ്രഹ്മപ്രാപ്തിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു ഗുണമാണ് രജോ ഗുണം. ത്രിഗുണങ്ങളിൽ സത്വ രജ തമോ ഗുണങ്ങളിൽ വെച്ച് സാത്വിക ഗുണത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് യോഗമാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ യോഗ്യത. ആ സാത്വിക ഗുണം വന്നു ചേരണമെങ്കിൽ ആദ്യം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് മാറണം. അത് കഴിഞ്ഞ് രജോ ഗുണത്തെയും വിട്ടിട്ട് സാത്വിക ഗുണത്തിലേക്ക് വരണം. പിന്നീട് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായിട്ട് നിസ്ത്രൈഗുണ്യോഭവ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നത് പോലെ ഗുണാതീതനായി തീരണം. അപ്പോഴാണ് ഈ സമാധ്യാദി അവസ്ഥകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു യോഗിക്ക് സാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രജോ ഗുണത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നവനായിട്ട് ശാന്തമായ മനസ്സോട് കൂടിയവനായ, അല്ലെങ്കിൽ എല്ലാ മാലിന്യങ്ങളും മനസ്സിൽ നിന്ന് അകന്നവനായ, ബ്രഹ്മമയമായി തീർന്നിരിക്കുന്നവനായ ഈ യോഗിയെ ഉത്തമമായ സുഖം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ മനസ്സിന് നമുക്ക് സുഖം ഉണ്ടാകണം എങ്കിൽ ബാഹ്യമായ ഒരു വസ്തുക്കൾക്കും നമുക്ക് മനസ്സിന് നിരന്തരമായ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള സുഖത്തെ തരുവാൻ സാധിക്കുകയില്ല എന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ഉദാഹരണത്തിന്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിനായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും സങ്കല്പങ്ങൾ നടത്തുന്നു, എന്തെങ്കിലും വഴിപാട് നടത്തുന്നു, ദ്രവ്യം സമർപ്പിക്കാമെന്നെല്ലാം നേർച്ച നേരുന്നു. അവിടെ ഏതൊരു കാര്യം സാധിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തെ ഒന്ന് വിശദമായിട്ട് വിശകലനം ചെയ്യുക. നമ്മൾ പലരും പല ആവശ്യങ്ങൾക്കായിട്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാറുള്ളത്. ഈ പ്രാർത്ഥനയിൽ വരുന്ന വിഷയങ്ങൾ ഏതെല്ലാമാണെങ്കിലും അതെല്ലാം രണ്ട് ഗണത്തിലേക്ക് പെടുത്തുക. ഒന്ന്, എല്ലാ കാലവും നിൽക്കുന്ന സന്തോഷം തരുന്ന ഒരാവശ്യം. മറ്റൊന്ന്, അല്പകാലത്തേക്ക് മാത്രം സന്തോഷം തരുന്ന മറ്റൊന്ന്. മിക്കവാറും നമ്മളുടെ എല്ലാം ആവശ്യങ്ങൾ ഈ രണ്ടാമത്തെ ഗണത്തിൽ പെടുന്നതായിരിക്കും. സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതിനും ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നല്ലൊരു ജോലി കിട്ടണം, വിദ്യാർത്ഥിയായിരിക്കെ ഉള്ള ആഗ്രഹമാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് അവിടെ ശാന്തമാകുമോ?
ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നീട് മനസ്സാഗ്രഹിക്കുന്നത് നല്ലൊരു വിവാഹബന്ധം വേണം. ഇനി വിവാഹബന്ധം കിട്ടിക്കഴിഞ്ഞാൽ ശാന്തമാകുമോ? ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്വന്തമായ വീടുണ്ടാവണം. വീടുണ്ടായാൽ ശാന്തമാകുമോ? ഇല്ല. പിന്നീട് സന്താനങ്ങളുണ്ടാവണം. അത് കഴിഞ്ഞ് അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. അവർക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയണം. പിന്നീട് അവർക്ക് നല്ല കുടുംബജീവിതം ഉണ്ടാവണം. പിന്നെ അവർക്ക് കുട്ടികളുണ്ടാവണം. ഇനി അത് കഴിഞ്ഞ് പിന്നെയും നമ്മളുടെ മനസ്സ് വീണ്ടും വീണ്ടും ഓരോ ആഗ്രഹങ്ങളിലേക്ക് പായുക തന്നെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഈ പറയുന്ന സുഖങ്ങളെല്ലാം ആത്യന്തികമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മളുടെ മനസ്സ് എത്തുന്നില്ല. എന്നാൽ ആദ്യം പറഞ്ഞ ഗണത്തിൽപ്പെടുന്നതാണെങ്കിലോ എല്ലാ കാലത്തും ഒരേപോലെ സൗഖ്യം തരാനായിട്ട്, മനസ്സുഖം തരാനായിട്ട് കഴിയുന്നത് എന്താണോ അത് എനിക്ക് വേണമെന്ന് ഒരാളും ആഗ്രഹിക്കാറുമില്ല. എല്ലാ കാലത്തും നമുക്ക് സന്തോഷം തരുന്ന ഒരു വസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് ഈശ്വരൻ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ആത്മസ്വരൂപം മാത്രമാണ്. നമുക്ക് ഈ ആത്മസ്വരൂപത്തെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ആ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുവാനോ ഈ ഭൗതിക ജീവിതത്തിൽ സമയം തീരെയില്ല. അതാണ് ഭഗവാൻ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, ചതുർവിധ ഭജന്തേ മാം ജനാ സുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച ഭരതർഷഭ എന്നെല്ലാം 4 വിധത്തിലുള്ള ആളുകളാണ് എന്നെ തേടി വരുന്നത് എന്നെല്ലാം അവിടെ ഭഗവാൻ പറയുന്നുണ്ട്. അവർ ആർത്തനായിട്ട് വരുന്നുണ്ട്, ജിജ്ഞാസുവായിട്ട്, അർത്ഥാർത്ഥിയായിട്ട്, ജ്ഞാനിയായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഈ 2 ഗണത്തിൽ പെടുന്നവരാണ്. അതിൽ ജ്ഞാനി മാത്രമേ ശരിയായ ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നുള്ളൂ എന്നതും കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതൊരു സന്തോഷവും നമുക്ക് അല്പകാലം മാത്രം ലഭിക്കുന്ന ഒന്നാണെങ്കിൽ അതിൽ നിന്നെല്ലാം മനസ്സിനെ വിരക്തമാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് ആ രജോ ഗുണം നീങ്ങണം എന്ന് പറയുന്നത്. ആ രജോ ഗുണം നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാൻ ഈ ഇത്രയും നാൾ ആഗ്രഹിച്ചതൊന്നും ശാശ്വതമായ ആഗ്രഹങ്ങളല്ല, അല്ലെങ്കിൽ ശാശ്വതമായ വസ്തുക്കളല്ല. ഇത്രയും നാൾ എനിക്ക് വേണം, തരണേ ഭഗവാൻ എന്ന് ഞാൻ യാചിച്ചത്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ശാശ്വതമായ വസ്തു ഏതാണോ അതെനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ മനുഷ്യന് പൂർണ്ണമായ വിരക്തി, അപ്പോഴേ ഭക്തി ജനിക്കുകയുള്ളൂ. ആ ഭക്തിയാണ് മുക്തിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അതെല്ലാമാണ് ഇവിടെ ഭഗവാൻ നമുക്ക് ഉപദേശിക്കുന്നത്. പ്രശാന്തമനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. യുഞ്ജൻ ഏവം സദാ ആത്മാനം യോഗി വിഗതകൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖം അശ്നുതേ. യുഞ്ജൻ ഏവം സദാ ആത്മാനം. ആത്മാനം എപ്പോഴും മനസ്സിനെ യുഞ്ജൻ എപ്പോഴും ചേർത്ത് നിർത്തണം. ആ ബ്രഹ്മത്തിലേക്ക്, ആ മനസ്സിനെ ആത്മാവിലേക്ക് ചേർത്ത് നിർത്തുന്ന ആ യോഗി വിഗത കൽമഷഃ, എല്ലാ കൽമഷങ്ങളും മനോമാലിന്യങ്ങളും അകന്നവനായിട്ട് സുഖേന ബ്രഹ്മസംസ്പർശം, പ്രയാസം കൂടാതെ വളരെ സുഖമായിട്ട് തന്നെ ആ ബ്രഹ്മസ്പർശമായ അത്യന്തം സുഖം, അതിയായ സുഖത്തെ അശ്നുതേ പ്രാപിക്കുന്നു. ഈ മനസ്സിനെ സദാസമയവും നിരന്തരമായ അഭ്യാസത്തിലൂടെ ആ മനസ്സിനെ ആത്മാവിലേക്ക് യോജിപ്പിച്ച് നിർത്തുന്നവനായ യോഗി ഒട്ടും പ്രയാസം കൂടാതെ തന്നെ ആ ബ്രഹ്മസ്പർശം തന്നെയായിരിക്കുന്ന പരമമായ ആനന്ദത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു ഏണിയിൽ കയറാനായിട്ട് ശ്രമിക്കുന്നു. അതിനൊരു 18 പടി ഉണ്ടെന്ന് കരുതുക. ഒറ്റയടിക്ക് ചിലപ്പോൾ നമുക്ക് ആദ്യം ഈ 18 പടിയും കയറാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ
ആദ്യം ഒരു 4-5 പടി കയറും. അത് കഴിയുമ്പോൾ നമുക്ക് കാലിനൊക്കെ വേദന തോന്നും. ചിലപ്പം മുകളിലേക്ക് പോകാനുള്ള ഊർജം ഇല്ലെന്ന് വരാം. അപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോരും. അടുത്ത ദിവസം ഒരു 2 പടി കൂടുതൽ ചവിട്ടുന്നു. ഒരു 8 പടിയിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഊർജ്ജം നഷ്ടപ്പെടുന്നു, തിരിച്ചു പോരുന്നു. ഇങ്ങനെ പലതവണ പരിശ്രമിച്ച് കഴിയുമ്പോൾ അവസാനം മാത്രമാണ് ഈ 18 പടിയും നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴും ശരീരത്തിനൊക്കെ വല്ലാത്ത വേദനയൊക്കെ ആയിരിക്കും ഈ 18 പടി കയറി എന്ന് പറഞ്ഞാലും. അങ്ങനെ വീണ്ടും വീണ്ടും പലതവണ അവിടെ വരെ കയറി കഴിയുമ്പോൾ നമുക്ക് ആ വേദനകൾ കുറഞ്ഞു കുറഞ്ഞു വന്ന് പിന്നെ ആയാസം കൂടാതെ ഈ 18 പടിയും കയറാനായിട്ട് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ മൂലാധാരത്തിൽ കിടക്കുന്നതായ ഈ ആത്മശക്തിയെ, ഈ കുണ്ടലിനി ശക്തിയെ ഈ ഷഡാധാരങ്ങളിലൂടെ ജിതശ്വാസനായിട്ട് മേൽപോട്ട് കയറ്റി താഴേക്കിറക്കിയും മേൽപോട്ട് കയറ്റി ഇങ്ങനെ സദാസമയവും അഭ്യസിച്ച് ആദ്യമെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തുക ദുസ്സാധ്യം തന്നെയായിരിക്കും. ഇങ്ങനെ ഷഡാധാരങ്ങൾ ഓരോന്നോരോന്നും ക്രമമായിട്ട് കയറി അവസാനം ആയാസം കൂടാതെ തന്നെ ഈ സഹസ്രാരപത്മത്തിൽ വരെ കുണ്ടലിനി ശക്തിയെ പ്രവേശിപ്പിച്ചുകൊണ്ട് വീണ്ടും താഴേക്കിറക്കി ഇങ്ങനെ ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് യോഗികൾ എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്, ഈ സ്വാമി വിവേകാനന്ദൻ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രൻ എന്നായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരാകുന്ന ആ ഗുരുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് ചെന്ന് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. നരേന്ദ്രൻ ചോദിക്കും, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? എനിക്കൊന്ന് കാണണം, കാണിച്ചു തരൂ. അപ്പോൾ ഇത് കേട്ട പരമഹംസദേവരാവട്ടെ ആദ്യമൊന്നും മിണ്ടിയില്ല. ഇങ്ങനെ പലതവണ വന്ന് ഈ ചോദ്യം ഈ കുട്ടി ആവർത്തിച്ചു. അങ്ങനെ വളരെ തവണ ഈ ജിജ്ഞാസയോടുകൂടിയുള്ള ഈ ചോദ്യം കണ്ടപ്പോൾ അവസാനം ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ കുട്ടിയോട് പറഞ്ഞു, ശരി വരൂ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അടുത്തുള്ള ഒരു നദിയിലേക്ക് രണ്ടുപേരും കൂടി പോയി. നദിക്കരയിൽ ചെന്നപ്പോൾ ഗുരു പറഞ്ഞ ശിഷ്യനോട് ആ നദിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ആദ്യം കാല് നനയുന്ന രീതിയിൽ ഇറങ്ങി, പിന്നെ മുട്ട് നനയുന്ന ഇറങ്ങി, പിന്നെ അര വെള്ളത്തിൽ ഇറങ്ങി, കുറച്ച് കഴിഞ്ഞപ്പോൾ വയറ് മുഴുവൻ വെള്ളത്തിനടിയിലാകുന്ന രീതിയിൽ ഇറങ്ങി, പിന്നെ കഴുത്ത് വരെ ഇറങ്ങി. അത് കഴിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ശ്രീരാമകൃഷ്ണ പരമഹംസർ ഈ കുട്ടിയുടെ തലയിൽ പിടിച്ചിട്ട് തല ബലമായി വെള്ളത്തിലേക്ക് താഴ്ത്തി പിടിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ശ്വാസം മുട്ടിയിട്ട് മുകളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും വീണ്ടും താഴ്ത്തി പിടിച്ചു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ ഗുരു തന്നെ കൈവിട്ട്, അപ്പോൾ വളരെയധികം വിഷമത്തോടുകൂടി മുകളിലേക്ക് പൊങ്ങിക്കൊണ്ട് ദീർഘമായ ശ്വാസം എടുത്തു. എന്നിട്ട് ഗുരു ചോദിച്ചു, നീ ഇപ്പോൾ ഈശ്വരനെ കണ്ടോ? അപ്പോൾ നരേന്ദ്രൻ പറഞ്ഞു, ആ കണ്ടു. അതിനർത്ഥം എപ്പോഴാണോ ഈ ശ്വാസരോധം ഉണ്ടാകുന്നത്, ശ്വാസ തടസ്സം, ശ്വാസം കിട്ടാതാവുന്നത്, ആ അവസ്ഥയിലാണ് ഈ മൂലാധാരത്തിൽ കിടക്കുന്നതായ കുണ്ടലിനി ശക്തി ഈ ഷഡാധാരങ്ങളിലൂടെ ഉയർന്ന് അത് ബ്രഹ്മരന്ധ്രത്തിൽ കൂടി പുറത്തേക്ക് പോകാൻ ഭാവിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഈ കുട്ടിയെ പിടിയിൽ നിന്ന് വിട്ടത്. അപ്പോഴേക്കും ഈ കുണ്ടലിനി ശക്തി സഹസ്രാരപത്മത്തിലെത്തി വളരെ ശക്തമായ അവസ്ഥയിൽ എന്തെന്നില്ലാത്ത ശബ്ദവും വെളിച്ചവുമൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ആ കുട്ടി എത്തിച്ചേർന്നിരുന്നു. ഈ അവസ്ഥയെ തന്നെയാണ് യോഗ മാർഗത്തിലൂടെ ഈ ഷഡാധാരങ്ങളിലൂടെ കുണ്ടലിനി ശക്തിയെ കയറ്റി ഇറക്കിയ ഈ അഭ്യാസം കൊണ്ട് യോഗികൾ നേടുന്നത്. ആ ശ്വാസ നിരോധം വരുമ്പോഴാണ് ഇപ്രകാരമുള്ള അനുഭവം സ്വായത്തമാക്കാൻ കഴിയുക എന്നാണ് ആ
ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. മനസ്സിനെ സദാസമയവും ഇപ്രകാരം ആ ബ്രഹ്മമയമായിരിക്കുന്ന ആത്മസ്വരൂപത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുക എന്നത് നിരന്തരമായ അഭ്യാസത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, ഈ മനസ്സ് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടത്, ഒരു കുരങ്ങനെ പോലെയാണ് മനസ്സ്. ഒരിക്കലും അടങ്ങിയിരിക്കില്ല. ഈ കുരങ്ങനെ ഒരു തേള് കടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് കിടന്ന് പൊളയും. ഇനി അതും പോരാഞ്ഞിട്ട് ആ കുരങ്ങൻ ഇത്തിരി മദ്യവും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഈ കള്ളു കുടിച്ച് തേള് കടിച്ച് ഭ്രാന്തി പിടിച്ച കുരങ്ങനെ പോലെയാണ് മനസ്സ് എന്നാണ് ആ ഉദാഹരണത്തിൽ പറഞ്ഞു കേട്ടത്. അത്രയ്ക്ക് ചഞ്ചലമാണ്. സദാസമയം മനസ്സ് എത്ര പെട്ടെന്നാണ് എത്ര ദൂരേക്ക് സഞ്ചരിക്കുന്നത്. മനോജപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹനുമാനെ ഉപാസിക്കുന്നത്, ആ മനസ്സിൻ്റെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഈ മനസ്സിന് ഭയങ്കര എളുപ്പം, എത്ര ദൂരെ വേണമെങ്കിലും എത്താം എന്ന് പറയുന്നത് പോലെ വളരെയധികം ചാഞ്ചല്യം ഉള്ളത് ഒന്നാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് അർജുനനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ അത് ഉത്തരമായിട്ട് പറയുന്നുണ്ട്, അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണ ചഗൃഹ്യതേ. നിരന്തരമായ അഭ്യാസം കൊണ്ടും ഭൗതികതയിൽ ഉള്ള ആ നിരാഗ അവസ്ഥ, രാഗമില്ലാത്ത അല്ലെങ്കിൽ ആ അടുപ്പം ഒട്ടിച്ചേരലില്ലാത്ത അവസ്ഥയിൽ നമുക്ക് അതിനെ പ്രാപിക്കാം എന്നാണ് ഭഗവാനോട് പറയുന്നത്. അപ്പോൾ ഈ ഭൗതികതയോടുള്ള മനസ്സിൻ്റെ ഒട്ടിച്ചേരലാണ് ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ടത്. കുന്തിസ്തുതിയിൽ ഭഗവാനോട് കുന്തിദേവി പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. ഭഗവാനെ, എപ്പോഴെല്ലാമാണോ എനിക്ക് ദുഃഖമുണ്ടാകുന്നത് അപ്പോഴല്ലേ ഞാൻ അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് നിരന്തരമായിട്ട് ദുഃഖങ്ങൾ തന്നെ തരണേ. ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നേരെ വിപരീതമാണ്. എനിക്ക് സുഖം തരണേ, സുഖം തരണേ, സുഖം തരണേ എന്നാണ്. എന്നാൽ ആ സുഖം ഉണ്ടാകുമ്പോൾ നമ്മളാരും ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കാറില്ല എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് എപ്പോഴെല്ലാം ദുഃഖമുണ്ടാകുന്നു അപ്പോഴല്ലേ അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കുകയുള്ളൂ ഭഗവാൻ. അതുകൊണ്ട് എനിക്ക് നിരന്തരമായിട്ട് ദുഃഖങ്ങൾ തരുത്. വിപദസന്തു നശ്വ തത്ര തത്ര ജഗദ്ഗുരു ഭവതോ ദർശനം യസ്യാദ് അപുനർഭവ ദർശനം. നമുക്ക് പുനർജന്മം നിരോധിക്കുന്നതായ അല്ലെങ്കിൽ പുനർജന്മത്തിൽ നമ്മളെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായ അങ്ങയുടെ പാദങ്ങളെ ദർശിക്കുവാൻ കഴിയുക എന്നതാണ് എനിക്ക് കിട്ടേണ്ട ഭാഗ്യം എന്നാണ് കുന്തിദേവി അവിടെ സ്തുതിക്കുന്നത്. അപ്പോൾ ഈ ഭൗതികതയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനാണ് എപ്പോഴും ഭഗവത് ദർശനം ദുസ്സാധ്യമാകുന്നത്. അതിൽ നിന്ന് വിരക്തി നേടുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ ഭൗതിക സുഖങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല, ഇതൊക്കെ ക്ഷണികങ്ങളാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വിരക്തി ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ വിരക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഭക്തിയും ഭഗവത് പദ പ്രാപ്തിയുമൊക്കെ പെട്ടെന്ന് കിട്ടും എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഭഗവാൻ ഇവിടെയും പറയുന്നത്, മനസ്സിനെ സദാസമയവും ആത്മസ്വരൂപത്തിലേക്ക് ചേർത്ത് നിർത്തണം. യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗത കൽമഷഃ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതേ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനി ച ആത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ. സർവഭൂതസ്ഥം ആത്മാനം, എല്ലാ ഭൂതങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതായ ചൈതന്യം ആത്മാനം, ഞാൻ തന്നെയാണ് എന്ന്. സർവഭൂതാനിച ആത്മനി, എല്ലാ ജീവജാലങ്ങളെയും എന്നിൽ തന്നെ കുടികൊള്ളുന്നവനായിട്ടും ആരാണോ മനസ്സിലാക്കുന്നത്, ഈക്ഷതെ കാണുന്നത്, യോഗയുക്താത്മാ, ആ യോഗ അവസ്ഥയിലേക്ക് യോജിപ്പിച്ച് നിൽക്കുന്ന മനസ്സോട് കൂടിയ
ഒരു യോഗി സർവത്ര സമദർശന, എല്ലായിടത്തും ഒരേ ചൈതന്യത്തിനെ കാണുന്നവനായ ആ യോഗി ഇപ്രകാരം എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണുന്നു, തന്നെയുമല്ല എല്ലാ ജീവജാലങ്ങളും എന്നിൽ തന്നെ കുടികൊള്ളുന്നതായിട്ടും മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. യോഗയുക്തമായിട്ടുള്ള ആത്മാവോട് കൂടിയിരിക്കുന്ന ആ യോഗി എല്ലാ വസ്തുക്കളിലും കുടികൊള്ളുന്ന ചൈതന്യം ആ ഈശ്വരൻ്റേതാണ് എന്ന് കാണുന്നു. അതുപോലെ തന്നെ തൻ്റെ ആത്മാവിനെ തന്നെയാണ് എല്ലാ ചരാചരങ്ങളിലെയും ദർശിക്കാൻ സാധിക്കുന്നത്. അതുപോലെ എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യമാണ് എന്നിലും ഉള്ളത്, അല്ലെങ്കിൽ എന്നിൽ തന്നെയാണ് അവയും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തിച്ചേരുന്നു. ഏത് പ്രകാരത്തിലാണോ നമ്മളുടെ ഈ ശരീരത്തിൽ ഒരു ജീവാത്മാവ് കുടികൊള്ളുന്നത്, അതേ ജീവാത്മാവ് തന്നെയാണ് അതിൻ്റെ മറ്റൊരു രൂപം മാത്രമാകുന്നു വേറെ ശരീരങ്ങളിൽ ഇരിക്കുന്ന ജീവാത്മാക്കൾ. അല്ലെങ്കിൽ ഒരു പരമാത്മാവിൻ്റെ പല പല പാത്രങ്ങളിൽ എടുത്തു വച്ചിരിക്കുന്ന ഓരോ അംശങ്ങൾ പോലെയാണ് ഓരോ ജീവാത്മാക്കളും എന്ന് മനസ്സിലാക്കണം. ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞാൽ, നമ്മൾ കടൽ തീരത്ത് പോയി, കുറേ പാത്രങ്ങൾ നമ്മളുടെ കയ്യിലുള്ളതിൽ പല രൂപത്തിലുള്ള പാത്രങ്ങൾ കയ്യിലുണ്ട്. എല്ലാത്തിലും നമ്മൾ വെള്ളം നിറയ്ക്കുന്നു. ഓരോ പാത്രങ്ങൾക്കും പല ആകൃതിയാകയാൽ ആ വെള്ളവും ആ പാത്രത്തിൻ്റെ ആകൃതിയെ കൈക്കൊള്ളുന്നു. അതിനർത്ഥം എല്ലാ പാത്രങ്ങളിലും കുടികൊള്ളുന്ന ആ വെള്ളം, സമുദ്രത്തിലുള്ള വെള്ളവും ഒന്നു തന്നെയല്ലേ? ഇവിടെ സമുദ്രം എന്നുള്ളത് പരമാത്മാവായും ഈ പാത്രങ്ങളിൽ ഇരിക്കുന്നതായ ജലം ജീവാത്മാക്കളായും വിഭിന്നങ്ങളായ ആകൃതിയോട് കൂടിയിരിക്കുന്ന ഈ പാത്രങ്ങളെയെല്ലാം പല പല ശരീരങ്ങളായി നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ ഈ വസ്തുത കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അതിനർത്ഥം ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആത്മചൈതന്യം ആ പരമാത്മാവിൻ്റെ തന്നെ അംശങ്ങളാകുന്നു. എന്തുകൊണ്ട് ഈ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവും അല്ലെങ്കിൽ ഇതിനേക്കാൾ മോശമായ ഒരു ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവും ഒക്കെ ആയി പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ആധ്യാത്മിക വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മൂലമായ സത്യം. അതായത് നമ്മൾ ഇപ്പോൾ കിട്ടിയ ഈ മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഈ ജീവാത്മാവ് കുറേ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനായിട്ട് ശരീരത്തെ പ്രേരിപ്പിക്കുന്നു. അതിനെല്ലാം സത്വ രജ തമോ ഗുണങ്ങളുടെ ഒരു സ്വാധീനവുമുണ്ട്. അപ്പോൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കർമ്മഫലങ്ങളായിട്ട് തിരികെ ആ ജീവാത്മാവിലേക്ക് തന്നെ ആരോപിക്കപ്പെടുന്നു. ഇനി ഈ ജീവാത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ച് പോയാൽ തന്നെയും ഏതേത് ശരീരത്തിലിരുന്നാലും ആ കർമ്മഫലങ്ങൾ കൃത്യമായിട്ട് ഈ ജീവാത്മാവിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഈ ശരീരം വിട്ടിട്ട് ഇനിയും താഴെയുള്ള അല്ലെങ്കിൽ അധപ്പതിച്ച ശരീരങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ കർമ്മങ്ങളെ ശുദ്ധമാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് യോഗമാർഗത്തിലൂടെ ജീവിക്കുന്ന സാധുക്കൾ അല്ലെങ്കിൽ സന്യാസികൾ ഒക്കെ അധികവും മറ്റുള്ളവരോട് അധികം ഇടപഴകാതിരിക്കുന്നതും, അഥവാ ഇടപഴകുന്നെങ്കിൽ തന്നെ വളരെ ശാന്തശീലരായും ആരെയും വേദനിപ്പിക്കാത്തവരായി കഴിയുന്ന സഹായം ചെയ്യുന്നവരായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ഏതെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയായിട്ട് പല ജന്മങ്ങൾ എടുക്കേണ്ടതായ ഒരവസ്ഥയിലേക്ക് ഈ ജീവാത്മാവിനെ കൊണ്ടുവന്നെത്തിക്കും. അതൊഴിവാകണമെങ്കിൽ ഈ ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യാത്ത ഒരു ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളുടെ വായിലുള്ള ഈ നാക്കിൽ നമ്മളുടെ തന്നെ പല്ല് അറിയാതെ കടിക്കുന്നു. അപ്പോൾ നാവിന് വലിയ വേദന ഉണ്ടാകും, നമ്മൾ ആ വേദന അനുഭവിക്കുന്നു എന്ന് വെച്ചിട്ട് ഈ പല്ലിനെ നമ്മളാരും അടിച്ചു കൊഴിക്കാറില്ല.
എന്തുകൊണ്ടാണ്? ഈ നാക്കും എൻ്റേതാണ്, പല്ലും എൻ്റേതാണ് എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ്. അതേസമയം മറ്റൊരാളാണ് നമുക്ക് എന്തെങ്കിലും വേദന ഏൽപ്പിക്കുന്നതെങ്കിൽ അയാളോട് നമുക്കൊരു ദേഷ്യം അല്ലെങ്കിൽ പക ഒക്കെ തോന്നും. എന്തുകൊണ്ടാണ്? അവർ എന്നിൽ നിന്ന് അന്യനാണ് എന്നുള്ള ചിന്തയുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഞാനെന്നും എൻ്റേതെന്നും അന്യനെന്നുമുള്ള ആ ചിന്തയിൽ നിന്നാണ് നമുക്ക് ഈ പ്രകാരം ഉള്ള പ്രതികരണത്തിലെ ഭേദങ്ങളുണ്ടാകുന്നത്. അങ്ങനെ ഭേദമില്ലാതിരിക്കണമെങ്കിൽ ഇതെല്ലാം എൻ്റേതാണ്, അല്ലെങ്കിൽ ഈ കാണുന്നതെല്ലാം എന്നിൽ തന്നെയുള്ളതാണ് എന്നുള്ള ബോധത്തിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യമാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യവും ഒരേ പരമാത്മാവിൻ്റെ അംശങ്ങളാണ് എന്നുള്ള ആശയമാണ് ഇവിടെ ഭഗവാൻ നമുക്ക് തരുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഏതൊരു ജീവികളുമായി നമ്മൾ ഇടപഴകുന്നു അവയെല്ലാം നമുക്ക് തുല്യരായിട്ട് തന്നെ സങ്കല്പിക്കുവാനായിട്ടും കഴിയും എന്നാണ്. അതാണ് ചിലരൊക്കെ ഓരോ ജീവജാലങ്ങൾ കാണുമ്പോഴും അതിലെല്ലാം നാരായണ സ്വരൂപികളാണ് എന്നുള്ള ചിന്തയോടുകൂടി അതിനെയൊക്കെ നമസ്കരിക്കുന്നത്. പക്ഷേ അജ്ഞാനികളായിരിക്കുന്ന നമുക്ക് അത് കാണുമ്പോൾ അവരോട് പുച്ഛമോ പരിഹാസമോ ഒക്കെ തോന്നുക നമ്മളുടെ അജ്ഞത നിമിത്തം മാത്രമാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശനഃ യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. യോ മാം പശ്യതി സർവത്ര, യഹ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യ അഹം ന പ്രണശ്യാമി സഹ ച മേ ന പ്രണശ്യതി. യഹ മാം പശ്യതി സർവത്ര, ഏതൊരാളാണോ മാം പശ്യതി സർവത്ര എന്നെ എല്ലായിടത്തും കാണുന്നത്, സർവം ച മയി പശ്യതി എല്ലാ വസ്തുക്കളെയും എന്നിൽ കുടികൊള്ളുന്നതായിട്ട് കാണുന്നത്, തസ്യ അയാൾക്ക് അഹം ന പ്രണശ്യാമി ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല, സഹ ച മേ ന പ്രണശ്യതി അയാൾ എന്നെ സംബന്ധിച്ചിടത്തോളവും നശിക്കുന്നില്ല. ഏതൊരാൾക്കാണോ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യം ഈശ്വരനാണ് എന്ന് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഏതൊരാൾക്കാണോ ഈ ജീവജാലങ്ങളെല്ലാം കുടികൊള്ളുന്നത് ഈ ഈശ്വരനിലാണ് എന്ന് മനസ്സിലാകുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഞാൻ നശിക്കുന്നതല്ല. അതുപോലെ തന്നെ അവനും എന്നെ സംബന്ധിച്ചിടത്തോളം നാശമില്ലാത്തവനാകുന്നു. ഇവിടെ സമദർശന എന്നുള്ള ഒരു മുൻപ് പറഞ്ഞ ആ വാക്കിനെയാണ് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യം അത് ഞാൻ തന്നെയാകുന്നു, അതുതന്നെയാണ് നിൻ്റെ ഉള്ളിലും ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. അതുതന്നെയാണ് മഹാവാക്യങ്ങളാകുന്ന തത്വമസിയിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. അത് നീയാകുന്നു എന്നുള്ള ആ പരമമായ ഉപദേശം തന്നെയാണ് ഭഗവാൻ ഇവിടെ തരുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യവും എൻ്റെ ഉള്ളിലുള്ള ചൈതന്യവും എല്ലാം ആ ഈശ്വരൻ്റെ തന്നെയാണ് എന്നുള്ള ബോധത്തിലേക്ക് ഈ യോഗി എത്തിച്ചേരുന്നു. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭഗവാന് പ്രിയപ്പെട്ടവനുമാണ്, ഭഗവാനും ഈ ഭക്തനെ വളരെ പ്രിയമുള്ളവനാകുന്നു എന്നാണ്. ഇപ്പോൾ സർവത്ര മയി പശ്യതി അല്ലെങ്കിൽ യോമാം പശ്യതി സർവത്ര ആരാണോ എന്നെ എല്ലായിടത്തും കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭാഗവതത്തിൽ പ്രഹ്ലാദനെക്കുറിച്ച് പറയുന്ന സപ്തമസ്കന്ധം 7ാമത്തെ സ്കന്ധത്തിൽ അവിടെ ഈ പ്രഹ്ലാദൻ ചില സമയത്തിരുന്ന് കരയുന്നത് കാണാം, ചില സമയത്തിരുന്ന് ചിരിക്കുന്നത് കാണാം, ചിലപ്പോൾ ആർത്ത് അട്ടഹസിക്കുന്നത് കാണാം, ചിലപ്പോൾ നൃത്തം ചെയ്യുന്നത് കാണാം. ഇതെല്ലാം ഓരോ അവസരത്തിലും ഏതേത് കാരണങ്ങൾ കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാനോടുള്ള ആ മാനസികമായ ഐക്യത്തിൽ നിന്ന് ഇപ്രകാരമുള്ള ഓരോ
വികാരങ്ങൾ ആ കുട്ടിയിൽ ഉടലെടുക്കുന്നു. അത് നോക്കുമ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം തന്നെയാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തു ഇല്ല. ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട് പ്രഹ്ലാദനോട്, എവിടെയാണ് നിൻ്റെ ശ്രീഹരി എന്ന് ചോദിക്കുമ്പോൾ ശ്രീഹരി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ശാന്തമായിട്ട് മറുപടി പറയുന്ന പ്രഹ്ലാദൻ. അപ്പോഴാണ് ഹിരണ്യകശിപു ചോദിക്കുന്നത്, അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതിനാണെങ്കിൽ ഞാൻ ഈ സ്തംഭത്തിൽ ഇടിച്ചു നോക്കാം, അതിനകത്തും ഉണ്ടാകുമല്ലോ നിൻ്റെ ശ്രീഹരി, വന്ന് നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ സ്തംഭത്തിൽ ഇടിക്കുന്നത്. നമ്മൾ നാരായണീയത്തിലെ 25-ാം ദശകത്തിൽ ആദ്യ ശ്ലോകത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. സ്തംഭേ ഘട്ടയതോ എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകം തുടങ്ങുന്നത്. അപ്പോൾ ആ സ്തംഭത്തിൽ ചെന്ന് ആഞ്ഞിടിക്കുമ്പോൾ അവിടെ നിന്നും ഭഗവാൻ പുറത്തു ചാടുന്ന ആ ഒരു മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു രൂപത്തിലും ആ സ്തംഭത്തിൽ നിന്ന് പുറത്തു ചാടുന്നത്. ഇപ്രകാരം എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ചൈതന്യവും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവും ഒന്ന് തന്നെ എന്നുള്ള ബോധത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഭഗവാന്റെ ഈ ഉപദേശം കൂടി. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചമേന പ്രണശ്യതി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.